അങ്ങനെ 29-ന് കണ്ടാൽ, ഇപ്പം നമ്മുടെ ഈ നിരീക്ഷിക്കാൻ നിർത്തിയ ആളുകൾ ആരെങ്കിലും കണ്ടാൽ ആ വിവരം സ്വന്തമായി പ്രഖ്യാപിക്കുക എന്നതല്ല വിസ്ഡം ഹിലാൽ വിങ്ങിൻ്റെ രീതി. മറിച്ച് അതിവിടെയുള്ള മറ്റു മുസ്ലിം നേതാക്കളുമായി, പ്രത്യേകിച്ച് അന്ന് 29ആയി അംഗീകരിക്കുന്ന, കാഴ്ചയാണ് അടിസ്ഥാനമെന്ന് വിശ്വസിക്കുന്ന, അത് മുഖമുദ്രയായി പ്രഖ്യാപിക്കുന്ന സംഘടനകൾ ഏതൊക്കെയുണ്ടോ അവരുടെ ലീഡേഴ്സുമായി, പ്രത്യേകിച്ച് നമുക്കറിയാം ഇവിടെ പാണക്കാട് സാദിഖ് അലി തങ്ങൾ, അതുപോലെ തന്നെ ഇവിടുത്തെ കാളിമാർ, ഇതുപോലെയുള്ള, അതുപോലെ തന്നെ കാഴ്ചയെ മാനദണ്ഡമാക്കുന്ന മറ്റു സംഘടനകൾ, അവരെയൊക്കെ ഈ വിഷയത്തിൽ നമ്മൾ ബന്ധപ്പെടുകയും എന്നിട്ട് അത് ഒന്നിച്ച് പ്രഖ്യാപിക്കാൻ കഴിയുമോ എന്നതാണ് നമ്മൾ നോക്കാറുള്ളത്. കാരണം നമ്മൾ തന്നെ അത് പ്രഖ്യാപിക്കുക എന്ന ഒരു അപ്രമാദിത്വം നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. മാസപ്പിറവി ഉറപ്പിക്കാം, അത് നോമ്പോ പെരുന്നാളോ എന്താണെങ്കിൽ, അതല്ലെങ്കിൽ ഒലിയില്ലാത്ത ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ കാളിമാർക്ക് അവകാശമുണ്ട്. അധികാരം കാളിമാരിൽ നിക്ഷിപ്തമാണ്. എന്നാൽ കാളിമാർ നിർവഹിക്കേണ്ട ഈ അധികാരം കമ്മിറ്റിക്ക് നിർവഹിക്കാൻ അധികാരമുണ്ടോ? മാസപ്പിറവി ഉറപ്പിക്കാനും ഒലിയില്ലാത്ത പെണ്ണിനെ നിക്കാഹ് ചെയ്ത് കൊടുക്കാനും ഒരു ഹിലാൽ കമ്മിറ്റി മുന്നോട്ട് വന്നാൽ ആ ഹിലാൽ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന് ഇസ്ലാമിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നിയമസാധുതയുണ്ടോ? ഇല്ല. തീർച്ചയായും ഇക്കാര്യം തൊട്ടതിനൊക്കെ ഖുർആനും സുന്നത്തും എന്ന് പറയുന്ന നദവത്ത് ജമാഅത്തുകാർ, ബിദഈ പ്രസ്ഥാനക്കാർ മാസമുറപ്പിക്കാൻ കമ്മിറ്റി ഉണ്ടാക്കാമെന്നതിനുള്ള പ്രാമാണിക രേഖ എവിടെ നിന്നാണ് സമ്പാദിച്ചത്? 1000 കുതിരശക്തിയോടുകൂടി നദവത്തുകാരെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. തെളിയിക്കാൻ കഴിയുമോ? ആര് പറഞ്ഞു? കമ്മിറ്റി എന്ന് പറഞ്ഞത് തന്നെ കേവലം ഏത്തിബാരിയാണ്. കുല്യത്തബൈന്റെ വുജൂദ് പോലെ ബിമാനാ വുജൂദി അസ്സാസിഹ, അത്രയല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ എവിടെയാണ് ഈ കമ്മിറ്റി? കമ്മിറ്റി എന്ന് പറഞ്ഞതിന് കേവലം ഏറ്റിബാരിയല്ലേ? അങ്ങനെ ഒരു സാധനമുണ്ടോ? പ്രസിഡന്റ് എന്നുള്ള കമ്മിറ്റി, പ്രസിഡന്റ് ഈക്വൽസ് കമ്മിറ്റി, സെക്രട്ടറി സമം കമ്മിറ്റി, ഖജാൻജി സമം കമ്മിറ്റി, മെമ്പർ സമം കമ്മിറ്റി എന്ന് പറയാൻ നോക്കുമോ? പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പ്രേക്ഷകരും ഞാനും ശരിക്കും ഞെട്ടിയിരിക്കാട്ടോ. കാരണം തങ്ങൾ ഇത്ര മനോഹരമായിട്ട് പാടുന്ന ഒട്ടും കരുതിയില്ല. ആദ്യത്തെ ഒരു അനുഭവമാണ്. എന്തായാലും ഈ ഓണക്കാലം അതിന് സാക്ഷ്യം വഹിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. അതൊരു ഓണപ്പാട്ട്. പിന്നെ ഇതൊക്കെ പഴയകാലത്തെ ഓർമ്മയിൽ നിന്നായിരിക്കും ഈ അതേ ഒരു ടോണിൽ പാടാൻ പറ്റുന്നത്. ചെറുപ്പത്തിൽ നമ്മൾ ഈ റേഡിയോ ഗാനങ്ങളൊക്കെ കേൾക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നല്ലോ. റേഡിയോയിലൊക്കെ ഇങ്ങനത്തെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ പിന്നെ ചെറുപ്പത്തിൽ കേൾക്കുമ്പോൾ അങ്ങനെ മനസ്സിൽ മറക്കാതെ ചെയ്യും. അതാണ്. തങ്ങൾക്ക് അങ്ങനെ വസ്ത്രം എടുക്കുന്ന ഒരു പതിവുണ്ടോ ഓണത്തിന്? അങ്ങനെ ഞങ്ങൾ എടുക്കാറില്ല, പക്ഷെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കും. പിന്നെ ആരും വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കാറ് ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മുടെ AP ഉണ്ണികൃഷ്ണനൊക്കെ സ്ഥിരം അതിന്റെ ഒരാളാണ്. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ്. അദ്ദേഹം എല്ലാ ഓണത്തിനും വരും, പഴക്കൊലിയും കൊണ്ടുവരും, ഞങ്ങൾക്ക് ഡ്രസ്സും തരും. മാവേലി നാട് വണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. അങ്ങനെ ആപത്തൊന്നും ഇല്ലാത്ത, കള്ളങ്ങളില്ലാത്ത, ചതിയില്ലാത്ത ഒരു നാട് രൂപപ്പെടട്ടെ അല്ലെ? മാവേലി നമ്മുടെ ചരിത്രത്തിനും ഭൂതകാലത്തിനും സംഭാവന ചെയ്ത ആ നല്ല നാളുകൾ അത് പുതിയ കാലഘട്ടത്തിലും അതിന്റെ പിന്മുറക്കാരായി മാറാനാണ് ഈ ഓണനാളിൽ എല്ലാവരും പ്രതിജ്ഞ എടുക്കേണ്ടത് എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാവർക്കും കൃത്യമായ ഓണാശംസകൾ. താങ്ക് യു, വളരെ നന്ദി. പാട്ടുകൾ പാടി തന്നതിനൊക്കെ സന്തോഷം. മുൻഗാമികൾ കാഴ്ചവെച്ച ആ ഒരു വലിയ പാരമ്പര്യം ഇപ്പം മുസ്ലിംകൾക്ക് നമുക്ക് ശാഖാപരമായിട്ടുള്ള ഭിന്നിപ്പുകൾ ഉണ്ടാവും, ആശയപരമായിട്ടുള്ള ഭിന്നിപ്പുകളൊക്കെ ഉണ്ടാവും. വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളും ആചാരങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അതോടൊപ്പം തന്നെ
മാനുഷികമായിട്ടുള്ള ബന്ധങ്ങൾ അത് നമ്മൾ കാത്തുസൂക്ഷിക്കണമല്ലോ. അപ്പോൾ ആ മാനുഷിക ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കാൻ പറ്റിയ അവസരങ്ങളാണ് ആഘോഷങ്ങൾ. ആഘോഷങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു. അപ്പോൾ ആഘോഷങ്ങൾ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനുള്ള പാലങ്ങളായിട്ടാണ് നമ്മൾ കാണേണ്ടത്. നമ്മളെല്ലാവരും ഒരുമിച്ച് ഐക്യത്തോടുകൂടി സ്നേഹത്തിൽ കാക്കണം ഞങ്ങളെ ശൈഖോരേ, നോക്കണം ഞങ്ങളെ മടവൂരേ. കാക്കണം ഞങ്ങളെ ശൈഖോരേ, നോക്കണം ഞങ്ങളെ മടവൂരേ. ഉങ്ങളിൽ തുണയില്ലാതൊരു തണലും ഞങ്ങളില്ല പൂങ്കവരേ. കാക്കണം ഞങ്ങളെ ശൈഖോരേ, നോക്കണം ഞങ്ങളെ മടവൂരേ. ഉങ്ങളിൽ തുണയില്ലാതൊരു തണലും ഞങ്ങളില്ല പൂങ്കവരേ. കരയുന്ന ഞങ്ങളെ കാണുന്ന തങ്ങളല്ലേ, കഥനങ്ങൾ തീർക്കുന്ന ജിഫ്രിയോറങ്ങല്ലേ. ഇടറുന്ന നേരത്ത് തുണയാകും അങ്ങല്ലേ. ഇക്കാണും മജ്‌ലിസിൽ കാവൽ നൽകുകില്ലേ. സിക്കെ പാറയിൽ പൂത്തമലരെ മുഹമ്മദ് ജിഫ്രിയോരേ. ഇക്കാണും പാപികൾക്കെന്നും കാവൽ നൽകിടണേ. അങ്ങിൻ തുണ നൽകിടണേ. സിക്കെ പാറയിൽ പൂത്തമലരാ സയ്യിദേ ജിഫ്രിയോരേ. ഇക്കാണും പാപികൾക്കെന്നും കാവൽ നൽകിടണേ. അർഹത ഇവർക്കില്ല സയ്യിദോരേ തങ്ങളോരേ. എങ്കിലും ഈ ഖൽബിലേക്കൊരു നോട്ടം നൽകിടണേ, നോട്ടം നൽകിടണേ. മുതലായ ആ 3 ദിവസങ്ങൾ നടത്തുന്ന ആ ഭംഗിയായ ചടങ്ങിന് എല്ലാവരുടെയും എല്ലാ വ്യക്തികളുടെയും സഹായ സഹകരണങ്ങൾ അത്യാവശ്യമാണ്. ക്ഷേത്ര ഭാരവാഹികൾക്കും പങ്കുവെക്കാൻ സന്തോഷമേറെ. പുനരുദ്ധാരണത്തിന് സംഭാവന കൂടി കൈമാറിയാണ് സാധികരിത്തങ്ങൾ മടങ്ങിയത്. അതായത് സമസ്തക്കാരായ കാദിമാര് ഔദ്യോഗികമായിട്ട് മാസപ്പിറവി പ്രഖ്യാപിച്ചാൽ അത് അവലംബിക്കേണ്ടതില്ല. നമ്മൾ സൗദി അറേബ്യയുടെ മാസപ്പിറവിയാണ് പരിഗണിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ പല ആൾക്കാരും ഇന്ത്യക്കാരായ ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങളും സ്വീകരിക്കുന്ന നിലപാടിൽ നിന്ന് വിട്ടുമാറാറുണ്ട്. അപ്പോ ഷെയ്ഖിന്റെ മറുപടി കൃത്യമാണ്. ഷെയ്ഖ് പറയാണ്, ഈ സൂഫി മശായിഖ്മാര് മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അവര് സത്യസന്ധമായി കൊണ്ട് തന്നെ മാസം കണ്ടിട്ട് തന്നെയാണ് കാര്യം പ്രഖ്യാപിച്ചതെങ്കിൽ അവരെ നിർബന്ധമായിട്ടും അനിവാര്യമായും അവലംബിക്കണം, തുടരണം എന്നാണ് ഷെയ്ഖിന്റെ മറുപടി. അതാണ് ഇവിടെ പ്രസക്തമായ ഭാഗം. ഷെയ്ഖ് പറഞ്ഞു, ഇദാ കാന ഹഉലാഇ സുഫിയ്യതു സിഖാത്തിൻ ഫീമാ യുഖ്ബിറൂന ബിഹി, അവര് അറിയിക്കുന്ന കാര്യത്തിൽ സത്യസന്ധരാണെങ്കിൽ, ഹാദാ അവലൻ, ഇതാണ് ആദ്യം. വസാനിയൻ, രണ്ടാമതായി പറയാനുള്ളത്, യഅ്തമിദുന റുഅ്യത ശർഇയ്യ, ശർഇയ്യായ കാഴ്ചയാണ് അവർ അവലംബിക്കുന്നതെങ്കിൽ, അതായത് ശർഇയ്യായ സൂമു ലിറുഅ്യതിഹി വഅഫ്തിറു ലിറുഅ്യതിഹി എന്ന ഹിലാലിനെ ശരിക്ക് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രഖ്യാപിക്കുന്നതെങ്കിൽ, അൽ മുഫ്തറദു, അനിവാര്യമായും, അല അഹ്ലിൽ ബലദി, ഇന്ത്യക്കാരായ നാട്ടുകാര് മുസ്ലിമീങ്ങൾ, അൻ യുതാബിഊഹും, ഈ സൂഫി മശായിഖ്മാരെ തുടരേണ്ടതുണ്ട്, വഅല്ലാ യുഖാലിഫൂഹും, അവർക്കെതിരെ നിൽക്കാൻ പാടില്ല എന്ന്. പിന്നെ ചില ആൾക്കാർ മാറി നിൽക്കുന്നത് കൊണ്ട് അത് മറ്റുള്ള സലഫികളെ ശരിക്കും അത് ബാധിക്കുന്നില്ല എന്നാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇവിടെ ഷെയ്ഖിന്റെ ഉത്തരം വളരെ ക്ലിയർ ആണ്, കൃത്യമാണ്. അതായത് സൂഫി മശായിഖ്മാര്
അവര് അറിയിക്കുന്ന കാര്യം സത്യസന്ധമായിട്ട് തന്നെ മാസം കണ്ടിട്ട് തന്നെയാണ് ഉറപ്പിക്കുന്നതെങ്കിൽ അവരെ അനിവാര്യമായും അവലംബിക്കണം, തുടരണം. അവർക്കെതിരെ നിൽക്കാൻ പാടില്ല എന്ന് ഷെയ്ഖ് കൃത്യമായി പറഞ്ഞല്ലോ. അപ്പൊ അതിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇവിടെ കൃത്യമായി പറയുന്നുണ്ട്, അലാ അഹ്ലിൽ ബലദി അൻ യുതാബിഊഹും, അവർക്കെതിരെ തിരിയാൻ പാടില്ല ഈ വിഷയത്തിൽ. ിൽ കുറെ ഐറ്റകൾ വരത്തിലത് ഓപ്പൺ ബോട്ടാണ്, കപ്പലല്ല, സൗകര്യങ്ങളുള്ള ബോട്ടല്ല, ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ്. പെട്ടെന്ന് മഴയിൽ ഹജ്ജ് ക്ലാസ്സിലേക്ക് നടക്കുന്നതിന് വേണ്ടി വരികയാണ്. അതാ കടൽ ക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം, മരിച്ചെന്ന് കടലിൽ മറിഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം. പക്ഷേ ആ സമയത്തൊക്കെയും വിളിച്ചത് ബദരീങ്ങൾ തപസ്സുരാക്കിക്കൊണ്ട്, ബദരീങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ വിരീതൻ മനസ്സ് ഇതിൽ മരിക്ക് വെള്ളത്തിൽ മുങ്ങുക തന്നെ ചെയ്യും. മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പോലും, റബ്ബേ എന്നെ എവിടെയെന്ന് കാണാൻ പോലും മനസ്സങ്ങ് തകർന്ന് മറഞ്ഞ സമയത്ത് ഓർമ്മ വന്നത് ബദരീങ്ങളെ, നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എന്റെ കൈ